സമാനതകളില്ലാത്ത ദൗത്യമാണ് ഫയർഫോഴ്സ് ആനച്ചാലിൽ നടത്തിയത്. പാനിക് ആവാതിരിക്കാൻ കുഞ്ഞുങ്ങളോട് കാണുന്ന കാഴ്ചകളെക്കുറിച്ച് സംസാരിച്ചാണ് താഴെ ഇറക്കിയതെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. ഇടുക്കി ആനച്ചാലിലെ സ്വകാര്യ സ്കൈ ഡൈനിങ്ങിലെ രക്ഷപ്പെടൽ സാഹസികതയുടെ കരുത്തിലായിരുന്നു. 2 മണിക്കൂറോളം വിനോദസഞ്ചാരികളും ജീവനക്കാരും കുടുങ്ങിക്കിടന്നു. അടിമാലിയിൽ നിന്നും മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘം നടത്തിയ രക്ഷാദൌത്യമാണ് ഫലം കണ്ടത്. മൂന്നാറിന് സമീപം സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള 5 പേരെയും താഴെയിറക്കിയിരുന്നു. സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് വിവരം ലഭിച്ച പ്രകാരമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. 2:30യോടെയാണ് വിവരം അറിഞ്ഞത്. സുരക്ഷിതമായാണ് അവർ മുകളിൽ ഉണ്ടായിരുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല. ഓഫീസ് സ്റ്റാഫ് കുടുംബത്തെ ടെൻഷനാക്കാതെ ഇടപെട്ടു, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മംഗലാപുരം സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ, ഭാര്യ തൗഫീന, മക്കൾ ഇവാൻ, ഇനാര, ഡൈനിങ്ങിലെ ജീവനക്കാരിയായ ഹരിപ്രിയ എന്നിവരാണ് കുടുങ്ങിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മുകളിൽ കയറി വടം കെട്ടിയാണ് കുടുങ്ങിക്കിടന്നവരെ താഴെയിറക്കിയത്. അടിമാലിയിൽ നിന്നും മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘം നടത്തിയ രക്ഷാദൌത്യമാണ് ഫലം കണ്ടത്. ക്രെയിനിന്റെ സാങ്കേതിക തകരാറാണ് കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനായി അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി അടുത്തിടെ തുടങ്ങിയതാണ് ഇത്. ഇടുക്കി ആനച്ചാലിൽ ഈ അടുത്തായി തുടങ്ങിയ പദ്ധതിയാണ്. 120 അടി ഉയരത്തിലാണ് ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ പദ്ധതി. അരമണിക്കൂറിലേറെ സമയമാണ് അവിടെ ചെലവിടുക. ഒരേ സമയം 15 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഇതിലുള്ളത്. ആകാശക്കാഴ്ച ആസ്വദിക്കാനുള്ള സൗകര്യത്തോടെയാണ് ഈ പദ്ധതി. ഇത് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. എന്നാൽ ക്രെയിനിന്റെ സാങ്കേതിക തകരാർ മൂലം ക്രെയിൻ താഴ്ത്താൻ പറ്റിയില്ല. ഇവരെ വടം വെച്ച് പുറത്തെത്തിക്കാനുള്ള നീക്കവും നടന്നിരുന്നു. റോപ്പും സീറ്റ് ബെൽറ്റും ഉൾപ്പെടെയുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഉള്ളതിനാൽ അപകട സാധ്യത കുറവായിരുന്നുവെങ്കിലും കുട്ടി ഉൾപ്പെടെ സംഘത്തിലുണ്ടായതാണ് ആശങ്ക ഉയർത്തിയത്.